വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറിവേള. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഒരു ഈവനിങ് സ്നാക്കായിട്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് എടുക്കുക. ഇനി 2 സവോള നല്ല നൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 2 പച്ചമുളകും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് മല്ലിയിലയും ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് ഒരു 5 മിനിറ്റ് മതി കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 നുള്ളു മഞ്ഞളിട്ട് കൊടുക്കുക. അതിനുശേഷം മീറ്റ് മസാല 1 ടീസ്പൂണും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പച്ചമണം മാറുമ്പോൾ വരെ കേട്ടോ. ഇനി നമ്മൾ ബീഫാണ് ഇതിലൊക്കെ ഇട്ട് കൊടുക്കണേ. ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും കൂടിയിട്ട് ഇട്ടിട്ട് വേവിച്ച് വെച്ചുള്ള ബീഫാണ്. വേവിച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ച ബീഫാണ്. ഇതിലൊക്കെ മീൻ വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ചെമ്മീനോ ചിക്കനോ എന്താ ഫില്ലിംഗ് ആയാലും എടുക്കാം കേട്ടോ. ഏത് ഫില്ലിംഗ് ആയാലും യൂസ് ആക്കാം. കണ്ട ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പൊട്ടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 4 മുട്ട എടുക്കാം കേട്ടോ. ഞാൻ ചെറിയൊരു അളവിലാണ് കാണിക്കുന്നുണ്ട്, ചെറിയൊരു പോലെ കേട്ടോ. ഇതെല്ലാവർക്കും അറിയാം, പക്ഷെ അറിയില്ലാത്ത ആൾക്കാർക്ക് മാത്രം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ തന്നെ ഇട്ട് കൊടുക്കണേ. ഇനി സെയിം ഒരു 1/4 കപ്പിലോ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചൂടാക്കിയ പാലില്ല, സാധാരണ പാലാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് കൊണ്ടുവരാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് ഒരു ബൗളെടുക്കുക, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഫില്ലിങ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈസി കേട്ടോ. ആർക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലത്തെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇതെല്ലാം ഇട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് സൈഡിലേക്ക് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഒരു പാൻ എടുക്കുക. ഏതിലാണോ നമ്മൾ ഉണ്ടാക്കണേ ആ പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട്
ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ട ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ട ഇത് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് എല്ലാ സ്ഥലത്തും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്നും ഇല്ല കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അത് നമ്മളിത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. പട്ടന അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കണേ. അപ്പോൾ ഇതിന് നന്നായിട്ട് കുക്കായിട്ട് വരും കേട്ടോ. കണ്ട നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ചിട്ട് എടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണേ. ഇതൊന്ന് വാഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. കണ്ട ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. ഒരു 2-3 സെക്കൻഡ് മതി കേട്ടോ. കണ്ട ഇതിനാണ് കട്ട് ചെയ്ത് കാണിച്ച് തരാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടുള്ള ചായൻ്റെ കൂടെ ഇത് കഴിച്ചാലല്ലേ സൂപ്പർ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയുക. താങ്ക് യു. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.